നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിപിൻ ഇപ്പ കാണിക്കുന്ന ഈ മൂശേട്ട സ്വഭാവമൊന്നും നീ കണക്കിലെടുക്കണ്ട മോളെ. അതൊന്നും ആലോചിച്ച് നീ വിഷമിക്കുകയും ചെയ്യരുത്. വിപിൻ സാറ് എന്നെ നിരന്തരം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോ ഞാൻ എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? എന്റെ പൊന്നു മോളെ, അവന് നിന്നോടുള്ള ഈ വെറുപ്പൊക്കെ കുറച്ചു കഴിഞ്ഞാൽ താനേ മാറിക്കോളും. നിന്നെ പോലൊരു പെണ്ണ് വിചാരിച്ചാൽ മാറ്റിയെടുക്കാൻ സാധിക്കാത്തതാണോ അവന്റെ എതിർപ്പ്? ഒരു പെണ്ണൊന്ന് അറിഞ്ഞ മനസ്സ് വെച്ചാൽ ഏത് കൊല കൊമ്പനും അവളുടെ മുന്നിൽ മുട്ടുമടക്കും. ഇതൊക്കെ അമ്മയുടെ അനുഭവത്തിന്ന് പറയാ. വിപിൻ സാറിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടമ്മ. പക്ഷേ സാർ അമ്പനും വില്ലിനും എടുക്കുന്നില്ല. ആണുങ്ങളല്ലേ മോളെ, അവർക്ക് പെട്ടെന്ന് താഴ്ന്നു തരാൻ പ്രയാസം ഉണ്ടാവും. നീ ക്ഷമയോടെ കാത്തിരിക്കെ. അവനായിട്ട് തന്നെ നിന്റെ പിന്നാലെ വരും. നീ നോക്കിക്കോ മോളെ. വിപിൻ സാറിന്റെ മനസ്സ് മാറും അമ്മ. മാറും. പക്ഷേ അതുവരേക്കും നീ നിന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല. നീ പ്രയാസപ്പെട്ടാലേ അത് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ബാധിക്കും. അക്കാര്യം നിനക്ക് എപ്പോഴും ഓർമ്മ വേണം മോളെ. കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന സമയത്ത് അമ്മമാരെപ്പോഴും ഹാപ്പി ആയിരിക്കണം. അതുകൊണ്ടാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനും സംഗീതം കേൾക്കാനും ഒക്കെ ഡോക്ടർമാര് പറയുന്നത്. ദേ, അതുകൊണ്ട് ഇനി എന്റെ മോള് വിഷമിക്കരുത്. ആ, മോളെ ഹാപ്പി ആക്കാനുള്ള വഴിയൊക്കെ ഈ അമ്മയ്ക്ക് അറിയാം. ഈശ്വര, ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞത് പുലിവാലാകൂ. എന്നാലും നീ ആള് കൊള്ളാവല്ലോ മോളെ. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ആ മണ്ഡപത്തിൽ വെച്ചല്ലേ ഞാനും അറിഞ്ഞത്. നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നു. നീ എന്താ എന്നോട് പറയാതിരുന്നേ? എന്താ പറയാതിരുന്നേ? നിനക്ക് എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലേ? അത് എനിക്ക് പേടിയായിരുന്നു. എന്റെ മോളെ, ഒളിച്ചു വെക്കാൻ പറ്റുന്നതാണോ ഗർഭം? അതെന്നായാലും പുറത്തറിയില്ലേ? നീ ഇത് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ നാണക്കേടൊന്നും വരാതെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് നിങ്ങളുടെ വിവാഹം മംഗളകരമായി നടത്തി തരുമായിരുന്നല്ലോ. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒരു കല്യാണം നടക്കാനാണ് നിന്റെയും അവന്റെയും വിധി. ആ, അത് നടന്നു. ഇനി ശ്രദ്ധിക്കേണ്ടത് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയാണ്. അല്ല, ഇതിപ്പോ എത്ര മാസമായി കാണും? ഒരു മാസത്തിനകത്തേ ആകൂ. നീ പ്രഗ്നന്റ് ആണെന്ന് എങ്ങനെയാ ഉറപ്പിച്ചത്? അത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്തിരുന്നു. ഗൈനക്കോളജിസ്റ്റിനെ ഒന്നും കണ്ടില്ലായിരുന്നോ? ഇല്ല. ആ, എന്നാ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം. എന്റെ പരിചയത്തിലൊരു ഡോക്ടറുണ്ട്, നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. ആ, ഇനി അവരുടെ നിർദ്ദേശത്തിൽ വേണം നിന്റെ ഡയറ്റ് ഒക്കെ ഫിക്സ് ചെയ്യേണ്ടത്. അതുപോലെ മെഡിസിൻസ് എടുക്കണം. അതൊക്കെ ഇപ്പൊ വേണോ? വേണം വേണം. ഡോക്ടറെ കാണാതിരിക്കാൻ പറ്റുമോ? സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ പോണം. അല്ല, വിപിനേട്ടന്റെ പിണക്കമൊക്കെ മാറിയിട്ട് ഞാൻ വിപിനേട്ടനെയും കൂട്ടി പോയേ പോരെ? അയ്യോ, അവന്റെ പിണക്കം മാറാനൊന്നും കാത്തിരിക്കണ്ട. ദേ മോള്, ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. നമുക്ക് ഒരുമിച്ച് പോവാം. മോള് ചെല്ലേ. ആ മോളെ, ദേ നല്ലോണം കെയർ ചെയ്യണം കേട്ടോ. ചെല്ലേ. പല്ലവി, പല്ലവി, ഇത് കഴിക്കും. പപ്പായോ?
എന്താ പപ്പായ നിനക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേന്നോ? എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാ പപ്പായ. എവിടെ കണ്ടാലും ഞാൻ വിടില്ല. അത് നന്നായി. ഞാൻ കിച്ചണിൽ വെറുതെ ഒന്ന് കേറിയതാ. അപ്പതേ ഇരിക്കുന്നു പഴുത്തൊരു പപ്പായ. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. പല്ലവിയെ പോലെ തന്നെ എനിക്കും പപ്പായ ഫേവറേറ്റാ. ആഹാ, അതുകൊണ്ട് ഞാനതങ്ങ് കട്ട് ചെയ്തു. ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടെ കഴിക്കാം. ദാ, കഴിക്ക്. കൊള്ളാമോ? ഇവളൊരു പൊട്ടി തന്നെ. പപ്പായ കഴിച്ച ഗർഭാലസി പോകുന്ന ഇവക്ക് അറിയില്ലേ? ഏതായാലും നന്നായി. കഴിക്കേ. അയ്യോ, ഇവളെന്തായി കാണിക്കുന്നേ? പല്ലവി, പല്ലവി, എന്താ ഇത്? നീ പപ്പായ കഴിക്കുന്നോ? പ്രഗ്നന്റ് ആയിരിക്കുമ്പോ പപ്പായ കഴിക്കാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ? ഓ, ഈ സുശീലാന്റി എവിടുന്ന കയറി വന്നത്? ആകെ പണിയായല്ലോ. ഞാൻ ചോദിച്ചു കേട്ടില്ലേ? പപ്പായ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ കഴിക്കാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ? അത് ഞാനത് ഓർമ്മിച്ചില്ല. ജാസ്മിൻ തന്നപ്പോ ഞാൻ അറിയാതെ അങ്ങ് കഴിച്ചുപോയി. പ്രഗ്നന്റ് ലേഡീസ് പപ്പായ കഴിച്ചാൽ അബോഷനായി പോകുന്ന നിനക്കറിയില്ലായിരുന്നോ? ഞാനും അത് ചിന്തിച്ചില്ല ആന്റി. എന്താ ഇവിടെ പ്രശ്നം? ചേച്ചി, ഇത് നോക്കിയേ. പല്ലവി പപ്പായ കഴിച്ചിരിക്കുന്നു. പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പപ്പായ കഴിച്ചാൽ അത് അപകടമല്ലേ? ഇത് കഴിക്കാൻ പാടില്ലായിരുന്നു മോളെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? സുശീലേ, നമുക്ക് ആ ദർശന ഡോക്ടറെ വിളിച്ചു വരുത്താം. അവര് വന്ന് പല്ലവിയെ പരിശോധിക്കട്ടെ. പപ്പായ കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അപ്പ അറിയാലോ. ഡോക്ടറെ വിളിക്കണോ അമ്മേ? പിന്നെ വേണ്ടേ? ഡോക്ടറെ വിളിച്ചേ തീരുള്ളൂ. ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.